എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഓഗസ്റ്റ് 31 ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള അതിപ്രശസ്തമായ വെസ്റ്റിൻ ഹോട്ടലിൽ വെച്ചിട്ട് അവിടുത്തെ 808ാമത്തെ റൂമിൽ വെച്ചിട്ട് ഒരു US കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ടെറൻസ് ആർവെൽ ജാക്സൺ എന്നാണ്. അതായത് US സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് എയർബോൺ, ഈ എയർ ഓപ്പറേഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അത്തരത്തിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കമാൻഡറായിരുന്നു ടെറൻസ് ആർവെൽ ജാക്സൺ. ഇയാൾ കഴിഞ്ഞ ഓഗസ്റ്റ് 31 ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ 808ാമത്തെ റൂമിൽ. ശരിക്കും ഹോട്ടൽ അധികൃതർ പറയുന്നത്, ശരിക്കും US എംബസി എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ 29 ഈ ഹോട്ടൽ ഇദ്ദേഹം ചെക്ക് ഇൻ ചെയ്യുന്നത്. 31 കൊല്ലപ്പെടുന്നത്. പക്ഷേ ഹോട്ടൽ റെക്കോർഡ് പ്രകാരം ഹോട്ടലിലെ അറ്റൻഡൻസ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ അധികൃതർ പറഞ്ഞത് ഇദ്ദേഹം ഓഗസ്റ്റ് 27 ചെക്ക് ഇൻ ചെയ്തത് എന്ന്. അപ്പോൾ അതിൽ തന്നെ വളരെ ദുരൂഹമായ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 31 ഉച്ചയ്ക്ക് ഏകദേശം 12 മണിക്കാണ് അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഡോർ നോക്ക് ചെയ്യുന്നു. ഡോർ നോക്ക് ചെയ്യുമ്പോൾ അവർ ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർ പുറത്ത് പോയി എന്നുള്ള ധാരണയിൽ അവിടെ ക്ലീൻ ചെയ്യാമെന്ന ആൾക്കാരുടെ മാസ്റ്റർ കീ ഉപയോഗിച്ച് ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും നെയ്ക്കഡായ നിലയിലാണ് ഈ ടെറൻസ് ആർവെൽ ജാക്സൺ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഫുള്ളി നെയ്ക്കഡായിട്ട്. അപ്പോൾ അവർ ഉടനെ തന്നെ ഹോട്ടൽ അധികൃതർ ഉടനെ തന്നെ ബംഗ്ലാദേശ് പോലീസിനെ അറിയിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശ് പോലീസ് ഉടൻ തന്നെ ബംഗ്ലാദേശിലുള്ള ധാക്കയിലുള്ള അമേരിക്കൻ എംബസിയുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ അമേരിക്കൻ എംബസിയിൽ നിന്ന് കിട്ടിയ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ റൂമിലേക്ക് ഒരാൾ പോലും കടക്കരുത്. അപ്പോൾ ഉടൻ തന്നെ റൂം സീൽ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് അതനുസരിച്ച് ഈ എംബസി എന്ന് കിട്ടിയ അമേരിക്കൻ എംബസിയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച്, ആ ഒരു ഇൻഫോർമേഷൻ അനുസരിച്ച് ബംഗ്ലാദേശ് പോലീസ് റൂം ലോക്ക് ചെയ്തു, സീൽ ചെയ്തു. ഒരാൾക്കും അവിടെ ആക്സസ് ഇല്ല. ആ ഹോട്ടലിലേക്ക് മൊത്തത്തിൽ മീഡിയകളോ പുറത്തുനിന്നുള്ള മീഡിയകളോ ഒന്നും തന്നെ അതിനകത്ത് പ്രവേശിപ്പിച്ചിട്ടും ചെയ്തില്ല. അപ്പോൾ അമേരിക്കൻ എംബസി സ്പെഷ്യലായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിവരം, അതായത് ടെറൻസ് ആർവെൽ ജാക്സൺ കൊല്ലപ്പെട്ട വിവരം ഒരു കാരണവശാലും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു പോകരുത് എന്ന്. ഒരു കാരണവശാലും പുറത്തു പോകരുത്. അപ്പോൾ അതിൽ തന്നെ വലിയ രീതിയിൽ ദുരൂഹതകളുണ്ട്. അപ്പോൾ ആദ്യം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ആദ്യം പറഞ്ഞത് 29 ചെക്ക് ഇൻ ചെയ്തതെന്ന്. അപ്പോൾ ഹോട്ടൽ അധികൃതർ പിന്നീട് അത് വെളിപ്പെടുത്തി 27 ഇദ്ദേഹം ചെക്ക് ഇൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആരാണ് ടെറൻസ് ആർവെൽ ജാക്സൺ? ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അമേരിക്കയിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് എയർബോണിൻ്റെ കമാൻഡറായിരുന്നു ഈ ടെറൻസ് ആർവെൽ ജാക്സൺ. അപ്പോൾ ചില ചോദ്യങ്ങൾ ഉയർന്നു. അതായത് ഇപ്പം ഇതിന് ശേഷം വാർത്തകൾ പരന്നു. അതായത് അമേരിക്ക മൂടിവെച്ചാൻ ശ്രമിച്ച ഒരു വാർത്തയാണ്. പിന്നീട് ആ വാർത്ത പുറത്തു വരുന്നു. അമേരിക്കൻ US കമാൻഡർ ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരു ഹോട്ടൽ കൊല്ലപ്പെടുന്ന ഒരു വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ പല ക്വസ്റ്റ്യൻസും അന്തരീക്ഷത്തിൽ ഉയരാൻ തുടങ്ങി. അപ്പോൾ പുറത്തു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് കുറേ വർഷമായിട്ട് ഏകദേശം 20 വർഷത്തോളമായി അമേരിക്കൻ സേനയിൽ ഈ ടെറൻസ് ആർവെൽ ജാക്സൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിങ്ക്ഡിനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 20 വർഷത്തോളമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 വർഷം കൂടി സർവീസിലിരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ലിങ്ക്ഡിനിൽ വരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ അമേരിക്കൻ എംബസി ആദ്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ബംഗ്ലാദേശിൽ ഇങ്ങനെ നിരന്തരം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോളമായി ഈ ടെറൻസ് ആർവെൽ ജാക്സൺ ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ പല മേഖലകളും പ്രത്യേകിച്ച് ഇന്ത്യൻ ബോർഡേഴ്സുമായി ബന്ധപ്പെട്ട സിറ്റിയിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മെയ് മാസം ഈ ടെറൻസ് ആർവെൽ ജാക്സൺ ഇതേ ഹോട്ടൽ, ബംഗ്ലാദേശിലെ ധാക്കയിലെ ഈ വെസ്റ്റിൻ എന്ന് പറയുന്ന ഹോട്ടലിൽ താമസിച്ചിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഏകദേശം മെയ് മാസം. അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ ഒരു വലിയൊരു കാർഗോ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇതൊക്കെ ക്യാരി ചെയ്യുന്ന ഒരു കാർഗോ അവിടെ വന്നിറങ്ങി. ആ കാർഗോ അവിടെ വന്നിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവിടെ തൊഴിലാളികളല്ല അവിടെ വന്നത്. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, അമേരിക്കയിലെ വലിയ ഇതിനുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, യുദ്ധം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇതാണ്. അപ്പോൾ അവർ വിളിക്കുന്ന പേര് തന്നെയാണ് കോമ്പാക്ട് മിഷൻ സപ്പോർട്ട് കമാൻഡർ. ഈ ഡയറക്ടർ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ്റെ അതിൻ്റെ ഡയറക്ടർ അലക്സാൻഡ്രിയ സെഡർ എന്ന് പറയുന്ന ഒരു ലേഡിയും കൂടി അവിടെ വന്നിരുന്നു ഈ സെൻസിറ്റീവ് കാർഗോയുടെ കൂടെ. അപ്പോൾ എന്തിനായിരിക്കും സാധാരണ ഒരു കാർഗോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ എന്തിനാ അതിൻ്റെ ഡയറക്ടർ തന്നെ അതിൻ്റെ കൂടെ പോകുന്നത്? സാധാരണ തൊഴിലാളികളായിരിക്കും, ലോവർ ലെവലിലെ തൊഴിലാളികളായിരിക്കും, ലേബേഴ്സ് ആയിരിക്കും അതിൻ്റെ കൂടെ പോകുക. അപ്പോൾ എന്തിനായിരിക്കും അതിനൊരു ഡയറക്ടർ തന്നെ പോകുന്നത്? അപ്പോൾ അവർ ആ സമയത്ത് ഈ ലേഡിയും ഇതേ ഹോട്ടലിൽ താമസിച്ചിരുന്നു. ദാറ്റ് മീൻസ് ഈ കൊല്ലപ്പെട്ട ടെറൻസ് ആർവെൽ ജാക്സണും ഈ ലേഡിയും, അതായത് അലക്സാൻഡ്രിയ സെഡർ എന്ന് പറയുന്ന ലേഡി ഒരേ ഹോട്ടലിൽ, ഈ ധാക്കയിലെ വെസ്റ്റിൻ എന്ന് പറയുന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉയരുന്ന ചില ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ബംഗ്ലാദേശ് സൈഡിൽ നിന്ന് ഇന്ത്യക്ക് മേൽ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അങ്ങനെയല്ലേ? ഈ ഓപ്പറേഷൻ സിന്ദൂർ ഏകദേശം മെയ് മാസമാണ് ക്യാരി ഔട്ട് ചെയ്തത്. അതേ സമയത്ത് തന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്
ബംഗ്ലാദേശിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്ത് ഇന്ത്യയുടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, നരേന്ദ്രമോദി വധിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വലിയ റിപ്പോർട്ട് പ്രകാരം എങ്ങനെയാണ് ഈ അലക്സാണ്ടർ ആർവൽ ജാക്സൺ കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് ആരെത്തി സുരക്ഷിതമായ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു CCTV ഫൂട്ടേജ് പോലും, അവിടുത്തെ CCTV ഫൂട്ടേജിലൊക്കെ എന്താ പറയുക, അമേരിക്കക്കാർ കൊണ്ടുപോയി, ഒന്നും ഇപ്പോൾ ഒരു ബംഗ്ലാദേശ് പോലീസിൻ്റെ പക്കൽ പോലും അതില്ല, അത് മൊത്തം അതിൻ്റെ റെക്കോർഡിങ്സും അതിൻ്റെ എല്ലാ ഹാർഡ് ഡിസ്ക് അടക്കം അമേരിക്ക ഊരി കൊണ്ടുപോയി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ശരിക്കും എന്തിനായിരിക്കാം ഈ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡായ ടെറൻസ് ആർവൽ ജാക്സൺ കുറച്ച് നാളായിട്ട്, ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഇങ്ങനെ ബംഗ്ലാദേശ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വലിയൊരു എന്താ പറയുക, ഈ സെൻസിറ്റീവായ കാർഗോളിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള റെജീം ചേഞ്ച്, അതായത് നരേന്ദ്രമോദി വധിക്കുക, അങ്ങനെയുള്ള പ്ലാനുകളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോഴും എന്താ പറയുക, ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തിനാണ് ഈ ജാക്സൺ ഇവിടെ വരുന്നത്, എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, ശരിക്കും അമേരിക്കക്ക് മാത്രമേ ഇതറിയൂ. ശരിക്കും ഇപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ സമീപകാലത്ത് എന്താ പറയുക, ഈ നേപ്പാളിലെയും ഈ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലേക്കും ഉണ്ടായ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അവിടെയുള്ള സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ഈ അമേരിക്ക മോദിയെ വധിക്കാൻ, അതായത് മോദിയെ വധിക്കാൻ തന്നെ ആയിരിക്കാം അവർ വന്നിട്ടുണ്ടാവാം ഈ US കമാൻഡർ അവിടെ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ലോജിസ്റ്റിക്സ് ഓഫ് സപ്ലൈ ചെയിൻ്റെ ഡയറക്ടർ കൂടിയായ അലക്സാണ്ടർ സെഡർ, അവർ വിളിക്കുന്ന വേറൊരു പേരുണ്ട് കോമ്പാറ്റ് മിഷൻ സപ്പോർട്ട് കമാൻഡർ. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധങ്ങളുണ്ടാവുകയും യുദ്ധം പ്ലാൻ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് വേണ്ട എല്ലാ ആയുധങ്ങളും ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ അതിനൊരു ടീം ലീഡാണ് ഈ ലേഡി. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തിനായിരിക്കും മെയ് മാസത്തിൽ അവിടെ ഒരേ ഹോട്ടലിൽ വെച്ച് കണ്ടത്. അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന ചില റിപ്പോർട്ട് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കോൺസ്പിറസി തിയറീസ് ആണ് കേട്ടോ ഇതൊക്കെ. അതായത് ആ സമയത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെ ഇന്ത്യയെ കയറി അറ്റാക്ക് ചെയ്ത് എന്താ പറയുക, ഇവിടെ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും ഇന്ത്യയിൽ ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിച്ചിട്ട് ഉണ്ടാകാമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ എങ്ങനെ കൊല്ലപ്പെട്ടു അത് ശരിക്കും അമേരിക്കക്ക് മാത്രമേ അറിയൂ. അവിടെയും ഇന്ത്യൻ അജ്ഞാതന്മാർ കയറി കളിച്ചു. അതായത് ഇന്ത്യക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്, ഇന്ത്യ നരേന്ദ്രമോദിയെ വധിക്കാനോ ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമാൻഡർ, US കമാൻഡർ ബംഗ്ലാദേശിൽ എത്തിയ വിവരം ചിലപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അപ്പോൾ തന്നെ അജിത് ഡോവൽ അവരുടെ പിള്ളേരെ അങ്ങോട്ട് അയച്ച് എന്താ പറയേണ്ടത്, തീർത്ത് കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ ഒരു ചെവി പോലും അറിയാതെ ആ ഹോട്ടലിൽ പോലും അത്ര പോലും എന്താ പറയുക ഇന്ത്യൻ സ്പൈകൾ അവിടെ ഉണ്ടായിരുന്നു. അജ്ഞാതൻ്റെ വിളയാട്ടം തന്നെയായിരുന്നു. അപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം അജ്ഞാതൻ തന്നെയാണ് ഈ ടെറൻസ് ആർവൽ ജാക്സനെ കൊന്നത്. അപ്പോൾ എന്തിനായിരിക്കാം ഈ അജ്ഞാതൻ നെയ്ക്കഡായിട്ട് കൊന്നത്? സാധാരണ വെടിവെച്ച് ഒരാൾ കൊല്ലണമെങ്കിൽ കൊന്നിട്ട് അങ്ങ് പോയി കളഞ്ഞാൽ പറ്റും. എന്തിനായിരിക്കാം നെയ്ക്കഡായിട്ട് കൊന്നത്? അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ചില കാര്യങ്ങൾ അവിടുന്ന് മിസ്സായിട്ടുണ്ട്. അതായത് ആ റൂമിനകത്ത് ഒരുപാട് ബോക്സുകളും വലിയ വലിയ പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നെയ്ക്കഡായി ആണ് ഡെഡ് ബോഡി കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം അവിടുന്ന് കാണാനില്ല. അപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും കാണാനില്ല. അപ്പോൾ ഈ അജ്ഞാതന് ഇയാളെ കൊന്നതിന് ശേഷം ആ വസ്ത്രവുമായിട്ട് കളഞ്ഞു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തിനായിരിക്കാം? ഇതൊക്കെ അറിയുന്നത് രണ്ടേ ആൾക്കാർക്കാണ്. ഒന്ന് അമേരിക്കക്കും, അത് ചെയ്ത ഇന്ത്യൻ അജ്ഞാതൻ സോഷ്യൽ മീഡിയ കോൺസ്പിറസി തിയറി ആട്ടോ. അപ്പോൾ അങ്ങനെയാണ് വളരെ ഷാർപ്പായിട്ടാണ് ഇന്ത്യൻ അജ്ഞാതന്മാർ, ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസികൾ ഇത്തരൊരു ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്തത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് പല തിയറീസും വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. അജിത് ഡോവലിന് വിവരം കിട്ടി. അപ്പോൾ ഉടൻ തന്നെ ഈ ഹോട്ടലിൽ വെച്ചിട്ട് എന്താ പറയുന്നത്, പ്ലാൻഡ് മേർഡർ ആയിരുന്നു ക്യാരി ഔട്ട് ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥയും ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അവർക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു കമാൻഡർ ബംഗ്ലാദേശിൽ വന്നിട്ട് ഇന്ത്യയിലെ നരേന്ദ്രമോദി വധിക്കാനും ഇന്ത്യയിലെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അതീവ രഹസ്യമായി ചെയ്തൊരു കാര്യം എന്താ പറയുക, ഇന്ത്യയിലെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അത് മണത്തറിയുകയും ഉടൻ തന്നെ ഡോവലിൻ്റെ പിള്ളേരെ അങ്ങോട്ട് അയക്കുകയും നെയ്ക്കഡായിട്ട് തീർത്ത് കളഞ്ഞ് ഇട്ട ഡ്രസ്സ് അടക്കം കൊണ്ടാണ് അജ്ഞാതന്മാർ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ചോ, ഈ നമ്മുടെ സമീപ രാജ്യങ്ങളിൽ നടക്കുന്ന കലാപങ്ങളും സംഭവവികാസങ്ങളൊക്കെ മുൻനിർത്തി അത് അടുത്തത് ഇന്ത്യയിലാണെന്ന് പറയുന്ന ഇവിടുത്തെ സുഡാപ്പികളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ മോദിയും ഡോവലിൻ്റെ പിള്ളേരൊക്കെ അതുണ്ട്, അത് അവരെ മാനത്ത് കാണും. അപ്പോൾ നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ.